എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംഫണി അക്കാദമി വിദ്യാവികാസ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അതോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ 2 വീഡിയോസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിലെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുന്നതിനും സൂര്യ നമസ്കാരം പരിശീലിക്കുന്നതിനും മുൻപായിട്ട് നിങ്ങൾ പാർട്ട് 1 വീഡിയോ എന്തായാലും കണ്ടിരിക്കണം. അതിലാണ് നമ്മൾ സൂര്യ നമസ്കാരം എങ്ങനെ അതിൻ്റെ ചരിത്രം, അതിൻ്റെ ആരോഗ്യപരമായ നേട്ടങ്ങൾ, ഗുണങ്ങൾ, ആർക്കൊക്കെ ചെയ്യാം, ആരാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഈ ഒരു സൂര്യ നമസ്കാരം ഇതുവരെ ശീലിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇനി പുതുതായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ ശാരീരികമാണ് കൂടുതലായിട്ടും മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഓരോ ഘട്ടങ്ങളായിട്ടും, അതായത് 12 സ്റ്റെപ്സാണ് ഈ ഒരു സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു റൗണ്ടിൽ വരുന്നത്. ഇങ്ങനെ 12 ഘട്ടങ്ങളുള്ള ഒരു സൂര്യ നമസ്കാരം 13 തവണ ആവർത്തിക്കുമ്പോഴാണ്, അതിന് ഓരോ മന്ത്രങ്ങളും ഉണ്ട്, ഈ 13 തവണ ആവർത്തിക്കുമ്പോഴാണ് നമുക്ക് സൂര്യ നമസ്കാരത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇനി അത്രയും തവണ ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ, തുടക്കക്കാരാണെങ്കിൽ അത് പറ്റാവുന്നത്ര കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്തിൽ, ആരംഭിക്കുന്ന സമയത്തിന് മുൻപായിട്ട് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന മന്ത്രങ്ങൾ, ഇതെല്ലാം വ്യക്തി താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇണങ്ങുന്ന രീതിയിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാമെന്ന് മാത്രം. ഇത് നമ്മുടെ ഭാരതീയ ദർശനമാണ്. ഒരു പ്രത്യേക വിഭാഗങ്ങൾക്കും ഉടമസ്ഥാവകാശമുള്ള ഒന്നല്ല. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് മന്ത്രോച്ചാരണങ്ങൾ നടത്താം, നടത്താതിരിക്കാം. നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത്. അത് പരിപൂർണമായി ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 1, പ്രണാമാസനം, പ്രയർ പോസ്. പായയുടെ അറ്റത്ത് പാദങ്ങൾ കൂട്ടിവെച്ച് 2 കാലുകളിലേക്കും ഒരുപോലെ ഭാരം വരുന്ന രീതിയിൽ നിൽക്കുക. നിങ്ങളുടെ നെഞ്ച് വികസിപ്പിച്ച് തോളുകൾ അയച്ചിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനോടൊപ്പം 2 കൈകളും വശങ്ങളിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം കൈകൾ രണ്ടും കൂപ്പുകൈ രൂപത്തിൽ നെഞ്ചിന്റെ മുൻവശത്ത് പിടിക്കുക. സ്റ്റെപ്പ് നമ്പർ 2, ഹസ്ത ഉത്താനാസനം, റേസ്ഡ് ആംസ് പോസ്. ശ്വാസം സാവധാനം ഉള്ളിലേക്കെടുത്ത് കൈകൾ ഉയർത്തി പിന്നിലേക്ക് വളയുക. കൈമുട്ടുകളും കാൽമുട്ടുകളും നിവർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് നമ്പർ 3, ഹസ്തപാദാസനം അഥവാ പാദഹസ്താസനം, ഹാൻഡ് ടു ഫുട്ട് പോസ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരക്കെട്ടിൻ്റെ ഭാഗത്തു നിന്ന് മുന്നിലേക്ക് വളഞ്ഞ് കൈപ്പത്തികൾ കാൽപാദങ്ങളുടെ വശങ്ങളിലായി വയ്ക്കുക. കാൽമുട്ടുകൾ വളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നട്ടെല്ല് നിവർന്നിരിക്കണം. കൈകൾ തറയിൽ പതിഞ്ഞിരിക്കണം. മൂക്ക് കാൽമുട്ടിന്മേൽ തൊട്ടിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 4, അശ്വസഞ്ചലനാസനം, ഇക്വിസ്ട്രിയൽ പോസ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടത് കാൽ പിന്നിലേക്ക് നീട്ടിവെക്കുക. കാൽമുട്ടും വിരലുകളും നിലത്ത് തട്ടുന്ന രീതിയിൽ കാൽ വലിഞ്ഞിരിക്കണം. തല മുകളിലേക്ക് തിരിച്ച് നോക്കുന്നതോടൊപ്പം വലതുകാൽ മുട്ട് വളഞ്ഞും ഇരിക്കണം. മുട്ടുയർന്നിരിക്കുന്ന വലതുകാലിൻ്റെ പാർശ്വങ്ങളിലായി 2 കൈപ്പത്തികളും വയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ 5, ദണ്ഡാസനം, സ്റ്റിക്ക് പോസ്. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് തന്നെ വലതുകാൽ കൂടി പിന്നിലേക്ക് വലിച്ചു വെച്ച് കാൽ വിരലുകളിലും കൈപ്പത്തികളിലും ശക്തി കൊടുത്തുകൊണ്ട് ശരീരം ഉയർത്തിപ്പിടിക്കുക. കൈകൾ തറയ്ക്ക് ലംബമായിരിക്കണം. മുഴുവൻ ശരീരവും ഒരു നേർരേഖയിലായിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 6, അഷ്ടാംഗ നമസ്കാരം, സല്യൂട്ട് വിത്ത് 8 പാർട്സ്. ഈ ഒരു ഘട്ടത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുകയോ അകത്തേക്ക് എടുക്കുകയോ ചെയ്യുന്നില്ല. കുംഭകാവസ്ഥയിൽ നിന്നുകൊണ്ട് കാൽമുട്ടുകൾ നേരെ താഴെ നിലത്ത് മുട്ടിക്കുക. ശരീരം പിന്നോക്കം പോകാതെ മാറിടം കൈകൾക്കിടയിലായി നിലത്ത് മുട്ടിക്കുക. നെറ്റിയും നിലത്ത് തൊടുവിക്കുക. തുടക്കക്കാർക്ക് നെറ്റി നിലത്ത് തൊടുവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താടി നിലത്ത് മുട്ടിച്ചാലും മതിയാകും. ഇപ്പോൾ 2 കൈകളും കാലുകളും കാൽമുട്ടുകളും നെഞ്ച്, നെറ്റി അഥവാ താടി എന്നിങ്ങനെ 8 ശരീരഭാഗങ്ങൾ തറയെ സ്പർശിച്ചിരിക്കണം. അരക്കെട്ട് ഉയർന്നിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 7, ഭുജംഗാസനം, കോബ്ര പോസ്. ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈപ്പത്തികളിൽ ശക്തി നൽകി ശരീരത്തിൻ്റെ മുൻഭാഗം ഉയർത്തി മുകളിലേക്ക് നോക്കുക. സ്റ്റെപ്പ് നമ്പർ 8, പർവ്വതാസനം, മൗണ്ടൻ പോസ്. ശ്വാസം വിട്ടുകൊണ്ട് കാൽവിരലുകൾ അകത്തേക്കൂന്നി അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തി
കൈപ്പത്തികളിലും കാൽപാദങ്ങളിലും ശക്തി കൊടുത്തുകൊണ്ട് തല കുമ്പിട്ട് കാൽവിരലുകളിലേക്ക് നോക്കുക. താടി നെഞ്ചിൽ തൊട്ടിരിക്കണം. കാൽപാദങ്ങളും കൈപ്പത്തികളും പൂർണ്ണമായും ഭൂമിയിൽ പതിഞ്ഞിരിക്കാനും ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് നമ്പർ 9. അശ്വസഞ്ചലനാസനം, ഇക്വിസ്ട്രിയൻ പോസ്. ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കാൽ പുറകിലേക്ക് വലിച്ചു വെച്ച് ഇടത് കാൽമുട്ട് മടക്കി കൈപ്പത്തികൾ കാൽപാദത്തിൻ്റെ പാർശ്വങ്ങളിൽ സമാന്തരമായി വെച്ച് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. സ്റ്റെപ്പ് നമ്പർ 10. ഹസ്തപാദാസനം അഥവാ പാദഹസ്താസനം, ഹാൻഡ് ടു ഫുട്ട് പോസ്. കൈകൾ അനക്കാതെ ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് വലത് കാൽ ഇടത് കാലിന് സമീപം മുന്നോട്ട് കൊണ്ടുവരിക. നെറ്റി കാൽമുട്ടിനോട് ചേർന്നിരിക്കണം. മൂന്നാമത്തെ നിലയിൽ എന്ന പോലെ അരക്കെട്ട് കഴിയുന്നത്ര ഉയർന്നിരിക്കണം. കൈവിരലുകളും കാൽവിരലുകളും നേർരേഖയിലായിരിക്കണം. കാൽമുട്ട് വളയാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് നമ്പർ 11. ഹസ്ത ഉത്താനാസനം, റേസ്ഡ് ആംസ് പോസ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരത്തെ മുകളിലേക്ക് നിവർത്തി പിന്നിലേക്ക് ആയുക, രണ്ടാമത്തെ നിലയിലെന്ന പോലെ. സ്റ്റെപ്പ് നമ്പർ 12. പ്രണാമാസനം, പ്രയർ പോസ്. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് ശരീരത്തിൻ്റെ ഇരുവശത്തും വെച്ച് ആരംഭ നിലയിലേക്ക് മടങ്ങുക. ദീർഘശ്വാസം വിട്ട് വിശ്രാന്തി വരുത്തിയിട്ട് രണ്ടാമത്തെ ആവൃത്തി തുടങ്ങാൻ സജ്ജമാവുക.